നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥലത്തിൽ ഈ കോട്ട UDF-നെ കൈവിട്ടാൽ അത് VD സതീശന്, ഷാഫി പറമ്പിലിന്, രാഹുൽ മാങ്കൂട്ടത്തിന് താങ്ങാൻ കഴിയുന്നതിലും അധികമായിരിക്കും. തങ്ങളുടേതല്ലാത്ത സീറ്റ് നഷ്ടപ്പെട്ടു എന്ന ന്യായീകരണം CPM-ന് പറയാം. പക്ഷേ UDF-നെ സംബന്ധിച്ചൊരു വാട്ടർലൂ ആണ്. ചേലക്കര LDF-ന് എങ്ങനെയാണോ അതുപോലെയാണ് പാലക്കാട് UDF-നും. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച പ്രചരണം അവസാന ലാപ്പിൽ ഈ അല്പസമയം മുമ്പ് സമാപിച്ച LDF-ന്റെ DYFIയുടെ നൈറ്റ് മാർച്ചിൽ പോലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ആവേശമുണ്ട്, പക്ഷേ അതെല്ലാം വോട്ടായി മാറുമോ? അരുൺ, CPM-നെ സംബന്ധിച്ചിടത്തോളം, BJP സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാർക്ക് വളരെ നിർണായകമാണ് ഈ ഇലക്ഷൻ എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, K സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാന ചലനത്തിന് വരെ സാധ്യതയുള്ള മത്സരമായിരിക്കും ഇവിടെയും ചേലക്കരയിൽ നടക്കുന്നത്. കാരണം അവിടെ ചേലക്കരയിൽ എങ്ങാനും CPM തോക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ മാഷ്ക്ക് അത് ബാധിക്കും. ഇവിടെ സിറ്റിംഗ് സീറ്റായ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തോക്കുകയാണെങ്കിൽ അത് VD സതീശനെ ബാധിക്കും. ഇത് രണ്ടുമല്ല, BJP സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ സ്ഥാനം പിടിച്ചെടുത്താൽ മാത്രമേ സുരേന്ദ്രൻ്റെ ഒരു തുടർച്ചയുണ്ടാവുള്ളൂ എന്നുള്ള നിലയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവരെ മൂന്നുപേരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന ഇലക്ഷനാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന മിഷനറികളെ മുഴുവൻ ഇറക്കി ഇവിടെ മത്സരത്തിന് കാഠിന്യം കൂട്ടുന്നുള്ളതിന് ഒരു സംശയമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ മത്സരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, അവരുടെ ഏറ്റവും കോട്ടയാണ്, ശക്തമായ കോട്ടയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 5000-6000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ജയത്തിലേക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവർ 2ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കഠിന പ്രയത്നം അവർ നടത്തുന്നുണ്ട്. കാരണം അവർ ഈ മൂത്തന്തറയുമായി ബന്ധപ്പെട്ടിട്ടും ഈ RSSൻ്റെ ഗ്രാസ് റൂട്ടിലുള്ള വർക്കും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കുമ്പോൾ എന്താണ്, അവർ ഈ നമ്മുടെ ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റ് BJP കൊടുക്കാനോ എന്നുള്ള ആരോപണം നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ ശക്തമായിട്ടുള്ള ഒരു എന്താണ് പിന്തുണയോട് കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന മണ്ഡലം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അത് നിലനിർത്തിയില്ല അവർക്ക് നിലനിൽപ്പില്ല. അതുപോലെ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരുടെ ചിഹ്നത്തിലല്ലാത്തൊരു സ്ഥാനാർത്ഥിനെ അവർ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സ്ഥാനാർത്ഥി അവർ ഒരാളെ ഒരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എങ്ങനെയെങ്കിലും നിലനിർത്തണം, ഈ മണ്ഡലം നിലനിർത്തണം. അല്ലെങ്കിൽ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ ഇനി ഇല്ലെങ്കിൽ പാലക്കാട് ഇല്ല എന്നുള്ള നിലയിലേക്ക് അവർ മത്സരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ഷനിൽ, ഈ പറഞ്ഞ ബൈ ഇലക്ഷനിൽ ഈ 3 മണ്ഡലങ്ങൾ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് BJP കോൺഗ്രസ് എന്ന നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം 3 പാർട്ടികളും ഗംഭീരമായ 3 സ്ഥാനാർത്ഥികൾ ഇതുപോലെ തന്നെയാണ്. അറിയപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ്, നല്ല കഴിവുള്ള സ്ഥാനാർത്ഥികൾ, ചെറുപ്പക്കാരാണ്, വിദ്യാസമ്പന്നരാണ്. 3 പേര് ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്നു. ശ്രീകൃഷ്ണകുമാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാടുകാരനാണ്. അദ്ദേഹത്തിന് ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ എന്തു പറഞ്ഞാലും ഈ പറയുന്ന ഇലക്ഷൻ ജനങ്ങളെ സംബന്ധിച്ചോളം വലിയ കാര്യങ്ങൾ, വിവാദങ്ങൾക്കപ്പുറം ഈ ഇലക്ഷനെ ജനങ്ങൾ കാണുന്നത് ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്നുള്ള എൻ്റെ ഒരു സംശയമില്ല. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയുള്ളൂ, അതിനനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Meet the editors.